ഹായ്, നമസ്കാരം. എല്ലാവർക്കും വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മിച്ച ബിൽഡിംഗ് 1 വർഷം കഴിഞ്ഞിട്ട് പരാതി വന്നാൽ പൊളിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ പിഴ അടച്ച് റെഗുലൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിയമം എന്താണ് ഇതിന് പറയുന്നത്, എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പൂർണ്ണമായി വിവരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യട്ടെ. അപ്പം ഈ വീഡിയോ മുഴുവൻ കാണാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകും. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം. കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അറിവുകൾ ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൂടുതൽ അറിവുകളുണ്ടാവുക, നമുക്കും അറിവുണ്ടാവുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സഹായിക്കുക. അപ്പം വിഷയത്തിലേക്ക് കടക്കാം. കെട്ടിട നിർമ്മാണ ചട്ടം എന്താണ് പറയുന്നത് നോക്കാം. ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് KMBR അല്ലെങ്കിൽ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് KPBR അത് ബാധകമാണ്. ഉയരം, വിസ്തൃതി, സെറ്റ് ബാക്ക്, ഡിസ്റ്റൻസ്, പാർക്കിംഗ് സ്പേസ്, സേഫ്റ്റി നോംസ്, ഫയർ ആൻഡ് ഹൈജീനിക് ലോ എല്ലാം ഈ ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. ഇത്തരം ചട്ടങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ബിൽഡിംഗ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കാം. ചട്ടങ്ങൾ പാലിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ പ്രധാന കടമയാണ്. ചട്ടലംഘനം കണ്ടെത്തുന്നത് എങ്ങനെ? ഇൻസ്പെക്ഷൻസ് പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ എഞ്ചിനീയേഴ്സ്, ലോക്കൽ ബോഡി ഒഫീഷ്യൽസ് സൈറ്റ് വിസിറ്റ് ചെയ്യും. ഒരാൾ പോലും പരാതി കൊടുത്താൽ അവർ പരിശോധന നടത്തി പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചട്ടലംഘനം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്. ചട്ടലംഘനം എങ്ങനെയൊക്കെയാണെന്ന് നിയമപരമായി ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയെ ബേസ് ചെയ്തിട്ടായിരിക്കും ചട്ടലംഘനം ഉണ്ട് എന്ന് നിയമപരമായി അവർ കണ്ടത്. ഇതിൽ 1 വർഷത്തിന് ശേഷമോ 2 വർഷത്തിന് ശേഷമോ 3 വർഷത്തിന് ശേഷമോ എന്നില്ല, കംപ്ലൈൻറ്റ് എപ്പോൾ വന്നാലും ചട്ടവിരുദ്ധമാണെങ്കിൽ അത് ചട്ടവിരുദ്ധം തന്നെയാണ്. നിയമത്തിൽ ടൈം ലിമിറ്റ് കേരള മുനിസിപ്പൽ ആക്ട് സെക്ഷൻ 406 കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 235W പ്രകാരം കംപ്ലീഷൻ ചെയ്തതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിൽ ലോക്കൽ ബോഡി ഡെമോൺസ്ട്രേഷൻ ഓർഡർ പ്രകാരം ആർക്ക് വേണമെങ്കിലും അതിന് പരാതി കംപ്ലീഷൻ ചെയ്ത് 3 വർഷം വരെ പരാതി നൽകാം. അതല്ലെങ്കിൽ അവർ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് ചട്ടലംഘനം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലും ആ പരാതി നിലനിൽക്കുന്നതാണ്. പൊളിക്കേണ്ട സാഹചര്യം എന്താണെന്നുള്ളതാണ് അടുത്തത് നമ്മൾ വിശദീകരിക്കുന്നത്. സേഫ്റ്റിക്ക് ഭീഷണിയായിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ല, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നീ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബിൽഡിംഗ് പൊളിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന ഒരു കേസ് റോഡ് വൈഡനിങ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയിലാണ് ഈ ബിൽഡിംഗ് നടന്നിട്ടുള്ളെങ്കിൽ അവിടെയും നമുക്ക് ബിൽഡിംഗ് പൊളിച്ചു കൊടുക്കേണ്ടി വരും. ഇത് രണ്ടും അല്ലാതെ ഒരു കാര്യവും കൂടെ കോർട്ടിൻ്റെ ഉത്തരവ് വന്നാൽ ഈ ബിൽഡിംഗ് പൊളിക്കേണ്ടതാണ് എന്ന സാഹചര്യം കോടതിക്ക് മനസ്സിലാക്കി പൊളിക്കാൻ പറഞ്ഞാൽ പൊളിക്കേണ്ടി വരും. ഈ 3 സാഹചര്യങ്ങളിൽ മാത്രമാണ് ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്തതിന് ശേഷം പൊളിക്കേണ്ടതായ സാഹചര്യം വരുള്ളൂ. ഇതാണ് പൊളിക്കേണ്ട സാഹചര്യം. ഇനി അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, റെഗുലൈസേഷൻ ചെയ്യാമോ, ഫൈൻ അടച്ച് റെഗുലൈസേഷൻ ചെയ്യാമോ? റെഗുലൈസേഷൻ എന്നത് നിയമലംഘനം സംഭവിച്ചിട്ടുള്ള കെട്ടിടം നിശ്ചിത കോമ്പൗണ്ടിങ് ഫീ അടച്ച് ചില റിലാക്സേഷൻ നൽകിയും രേഖാമൂലം നിയമാനുസൃതമാക്കുന്ന പ്രക്രിയയ്ക്കാണ്. ലോക്കൽ ബോഡി കൗൺസിൽ സെക്രട്ടറി നിർദ്ദിഷ്ട ബിൽഡിംഗ് റൂൾസ് പ്രകാരം റെഗുലൈസ് ചെയ്യാം. അതായത് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ സെക്രട്ടറിക്ക് തീരുമാനിക്കാവുന്ന ഒരു വിഷയമാണ്. ഇതിൻ്റെ കോമ്പൗണ്ടിങ് ഫീസ് അടച്ച് റെഗുലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിൽ ചട്ടലംഘനങ്ങളൊന്നും നടത്താതെ സേഫ്റ്റിക്കും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നിർമ്മിച്ചതാണ് എന്ന് സെക്രട്ടറിക്ക് ബോധ്യപ്പെടണം. അപ്പോൾ സെക്രട്ടറിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടേണ്ടതെന്ന് വെച്ചാൽ ലോക്കൽ ബോഡിയിലെ സ്റ്റാഫുകൾ, എൻജിനീയേഴ്സ് അവർ വന്ന സ്ഥലം പരിശോധിക്കുമ്പോൾ ആ പരിശോധനയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റെഗുലൈസ് ചെയ്ത് കൊടുക്കുന്നത്. റെഗുലൈസേഷൻ പ്രോസസ്സ്: അപേക്ഷ ഫോം, ബിൽഡിംഗ് പ്ലാൻ, ഡീവിയേഷൻസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇത് ഇത്രയും കൂടെ, അപേക്ഷ ഫോം കൊണ്ടാണ്, ഡീവിയേഷൻസിൻ്റെ റിപ്പോർട്ട്, ബിൽഡിംഗ് പ്ലാനും കൂടെ. എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് വേണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ കോർപ്പറേഷൻ ലോക്കൽ ബോഡിയുടെ എഞ്ചിനീയർ പരിശോധിച്ച് ഇതിന് ചട്ടലംഘനം
സംഭവിച്ചതിൻ്റെ ഡീവിയേഷൻ ആയിട്ടുള്ള പ്ലാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ ഇത്രയും കൂടെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ലോക്കൽ ബോഡി ഇതിന് റൂൾസ് പ്രകാരം ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് മെയിൽ അയച്ചു തന്ന സഹൃദയനായ സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്, അപ്പോൾ 1 വർഷം എന്നല്ല, കംപ്ലീഷൻ പീരീഡ് കഴിഞ്ഞ് 3 വർഷം വരെ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. നിങ്ങൾക്ക് റെഗുലൈസേഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ട സാഹചര്യങ്ങളും അതിന് വേണ്ട ഫോമുകളെ പറ്റിയും വിശദമായി ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ചട്ടം അനുസരിക്കുക, ഡീവിയേഷനിലേക്ക് പോകാതിരിക്കുക, സേഫ്റ്റി പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ബിൽഡിങ് കെട്ടുക. കെട്ടുന്നിടന്നുള്ള ചട്ടങ്ങളെല്ലാവരും പാലിച്ചുകൊണ്ട് വേണം ബിൽഡിങ് കെട്ടാൻ. കെട്ടിയതിന് ശേഷം പൊളിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നതിന് കെട്ടുന്നതിന് മുമ്പേ പൊളിക്കാതിരിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മളൊരു ബിൽഡിങ് കെട്ടാനായിട്ട് ശ്രമിക്കുക. പൊളിക്കേണ്ട വന്നാലും നഷ്ടമാണ്. ഇനി ചട്ടങ്ങൾ പാലിക്കാതിരുന്നുണ്ടാവുന്ന പെനാൽറ്റികളും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം നഷ്ടങ്ങളുടെ വലിയ കണക്കുകളിലേക്ക് പോകാതിരിക്കാൻ പഞ്ചായത്ത് അല്ലെ ലോക്കൽ ബോഡി കോർപ്പറേഷനുകളുടെ പൊതുവായുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും അതനുസരിച്ചുള്ള ഫീസുകളും സേഫ്റ്റിയും പാലിച്ചുകൊണ്ട് നിങ്ങളൊരു ബിൽഡിംഗ് കെട്ടണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സുഹൃത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.